ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് സ്ഥിരമായി അയ്യപ്പ മണ്ഡപവും ഭക്തജന വിശ്രമ സങ്കേതവും ഒരുക്കുവാനുള്ള ദേവസ്വം ബോർഡിൻ്റെയും ഉപദേശക സമിതിയുടെയും നീക്കവും നിർമ്മാണ പ്രവർത്തനവും നിയമയുദ്ധത്തിൽ തുടരുകയാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ നിരാക്ഷേപ പത്രം സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു. BJPയെ പ്രതിനിധീകരിക്കുന്ന 7 കൗൺസിലർമാർ അനുമതി നൽകരുതെന്ന് നിലപാട് സ്വീകരിച്ചു. അതേസമയം LDFിലെ 2 അംഗങ്ങൾ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിരാക്ഷേപ പത്രം നൽകാമെന്ന നിലപാട് സ്വീകരിച്ചു. സ്വതന്ത്രനും മുൻ കൗൺസിലറുമായ അംഗവും ഒരു UDF പ്രതിനിധിയും പ്രശ്നം പഠിച്ചതിന് ശേഷം കൗൺസിൽ മുന്നിൽ വെക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് ശേഷം തുടർ നടപടികൾ വേണമെന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ സെക്രട്ടറി പറഞ്ഞു വെച്ചിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് ഈ 2019 റൂൾ അനുസരിച്ച് 543 റൂൾ അനുസരിച്ച് ജില്ലാ കളക്ടറായിരുന്നതിന്റെ ഈ പ്രശ്നത്തിന് NOC കൊടുക്കേണ്ടിയെന്ന് അതാണ് അമെൻഡ്മെന്റിലൂടെ കൗൺസിലിൽ വെച്ചത്. അപ്പോൾ ഹൈക്കോടതിയിൽ കേസ് പോയിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി അത് നമ്മുടെ പെർമിറ്റ് അല്ല NOC ഉണ്ടെങ്കിൽ ചെയ്തോളാൻ പറയാനുള്ള ഹൈക്കോടതിക്ക് സാധാരണ അതോ ഉള്ള നിയമമുള്ളൂ. ഹൈക്കോടതി ചെയ്തു. ഹൈക്കോടതി പറഞ്ഞത് നിയമപ്രകാരം ഏതാ ബിൽഡിംഗ് റൂൾസ് പ്രകാരം ഇതിന് അനുമതി കൊടുക്കാമെങ്കിൽ കൊടുത്ത് പണിതോളാം. ഇതേ തുടർന്ന് ചെയർപേഴ്സണും സെക്രട്ടറിയും ഉപാധ്യക്ഷയും നഗരസഭയുടെ എഞ്ചിനീയേഴ്സും അടങ്ങുന്ന സംഘം പരിശോധനകൾ നടത്തുവാനും തർക്കങ്ങൾ പരിശോധിച്ച ശേഷം കാര്യങ്ങൾ കൗൺസിൽ റിപ്പോർട്ട് നൽകുവാനും ധാരണയായി. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു പ്ലാൻ നഗരസഭ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ആ പ്ലാൻ നമ്മളിവിടെ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ കൈപ്പറ്റിയത് സംബന്ധിച്ചൊരു സാക്ഷ്യപത്രം നമ്മൾ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിക്കല്ല, നമ്മൾ ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട്. ഇങ്ങനൊരു അപേക്ഷ നഗരസഭയിൽ ലഭ്യമായിട്ടുണ്ട് എന്ന്. അതിന് പെർമിറ്റ് നഗരസഭ അനുവദിച്ചിട്ടുള്ളതല്ല. മറ്റൊരു കൂട്ടര് സൂചിപ്പിച്ചത് ഇത് തരത്തിലൊരു പൊതുവിഷയമായതിനാൽ കൗൺസിൽ പൊതുവായിട്ട് തീരുമാനം എടുക്കണം, ഒരു ആരാധനാലയത്തിന്റെ കാര്യമായതിനാൽ ഇതിനകത്തൊരു എതിർപ്പിന്റെ ആവശ്യമില്ല എന്നും ഒരു കൂട്ടര് സൂചിപ്പിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ട കൗൺസിലാണ് ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത്. കൗൺസിലിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്, സെക്രട്ടറിയുടെ അല്ല. റൂൾ പരിശോധിച്ച് ബിൽഡിംഗ് നിർമ്മാണത്തെ എതിർക്കുകയല്ല വേണ്ടത്. അത് വേറൊരു വിഷയമാണ്. ഇവിടെ വന്നിരിക്കുന്നത് അവിടെ ഒരു കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് അല്ലെങ്കിൽ അവർ പറയുന്ന നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് നമുക്ക് എതിർപ്പുണ്ടോ ഇല്ലയോ, ഇതാണ് ചോദ്യം. അപ്പൊ ഇത് സംബന്ധിച്ചാണ് ഇവിടെ 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ ചർച്ച വന്നിട്ടുണ്ട്. നഗരസഭയിലെ BJP കൗൺസിലർമാരായ ഉഷ സുരേഷും രശ്മി ശ്യാമും വേണുഗോപാലൻ നായരും ഭക്തജനങ്ങളുടെ എതിർപ്പ് അറിയിച്ചു. എന്നാൽ ഭക്തജനങ്ങളുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കേണ്ടതില്ലെന്ന് LDF കൗൺസിലർമാരായ ES ബിജുവും വിജയ് പ്രകാശും പറഞ്ഞു. UDF അംഗങ്ങളായ സിബി ചിറയിലും പ്രിയ സജീവും വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിച്ചത്.